അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ RSS രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രംപ് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? പ്രധാനപ്പെട്ട സംഘടന പറഞ്ഞ പ്രധാനപ്പെട്ട സംഘടന RSS ആണ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. മുമ്പും അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ സാങ്ഷൻ നേരിട്ടല്ലോ. നമ്മുടെ ആണവ ബോംബ് രണ്ടാമത് AB വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് പൊട്ടിച്ചപ്പോൾ സാങ്ഷൻ ഏർപ്പെടുത്തിയിരുന്നു. അന്ന് വിമർശിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ വിമർശനത്തിന് വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് അന്ന് അമേരിക്കയ്ക്ക് കൺസിസ്റ്റൻ്റായിട്ടൊരു നയം ഉണ്ടായിരുന്നു. അത് ഇന്ത്യ വിരുദ്ധമായിരുന്നു നിലപാട് ഏറെക്കുറെ. മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് അത് വീണ്ടെടുത്തത്. പണ്ട് നേരത്തെ റോബർട്ട് കെന്നഡി അവിടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ നെഹ്റുവുമായിട്ട് വലിയ പേഴ്സണലായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിച്ചിരുന്നു. ചൈന അതുപോലെ തന്നെ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അമേരിക്ക ഇടപെട്ടുകൊണ്ട് അമേരിക്കയുടെ ചില വിമാനങ്ങൾ പറന്ന് കൽക്കട്ട വിമാനത്താവളത്തിലെത്തി. അങ്ങനെയാണ് ചൈന പിന്തിരിയാനിടയായത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഭാഗങ്ങൾ ഇന്ത്യയുടെ അവർ പിടിച്ചടക്കുമായിരുന്നു. അങ്ങനെ ബന്ധമുണ്ട്, നേരത്തെ ബന്ധമുണ്ട്. പക്ഷേ ശിഥിലമാണ് പലപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായിട്ട്. നിക്സന്റെ കാലത്ത് പ്രത്യേകിച്ചും ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അവരുടെ 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അന്നും RSS അമേരിക്ക എതിർത്തിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആണവ സ്വയം പര്യാപ്തത ഇന്ത്യ നേടിയത് പ്രധാനമായിട്ട് അമേരിക്കയുടെ എതിർപ്പുണ്ട്. ആണവ ബോംബ് 2ാം ഘട്ടം ആദ്യം പൊക്രാനിൽ ഇന്ദിരാഗാന്ധി, പൊക്രാൻ 2 AB വാജ്പേയി പൊട്ടിച്ച സമയത്ത് സാങ്ഷൻ, ആഗോള സാങ്ഷനായിരുന്നു അത്. അമേരിക്കയുടെ ചുങ്കമൊന്നുമല്ല, വലിയ അതിനെ നമ്മൾ നേരിട്ടു, വിജയകരമായിട്ട് നേരിട്ടു. രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് വലിയ ഫലമൊന്നും ഉളവാക്കിയില്ല. ഇപ്പോഴത്തേതും വലിയ ഫലമൊന്നും ഉളവാക്കുകയില്ല. വേറെ മാർഗ്ഗങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ള മന്ത്രിമാരാണ് ഇന്ത്യക്കുള്ളത്. ഇത് വലിയൊരു ക്രൈസിസ് ആയിട്ട് കൂട്ടിപ്പാടുന്നതിന് കാര്യമില്ലെന്ന് മാത്രമല്ല, മഞ്ഞുരുകാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് RSSന്റെ ആ പ്രസ്താവന ഉണ്ടല്ലോ, ഭീകരവാദത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു, അതിലൂടെ മറ്റൊരു രീതിയിലുള്ള നീക്കമല്ലേ RSS പറയുന്നത്? പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്നതല്ലേ അതിലെ? തീർച്ചയായിട്ടും അതിപ്പോൾ മാറും, പോളിസിയൊക്കെ ഇപ്പോൾ മാറും. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നിലപാടില്ല ഇപ്പോൾ ട്രംപിന്, 2ാം ട്രംപിന്. ഇപ്പോൾ നോക്കൂ, നമ്മൾ കണ്ടതല്ലേ, വ്ളാഡിമിർ പുടിനെ വന്നിട്ട് വലിയ കൂട്ടായിരുന്നു. രണ്ടാമത് അദ്ദേഹത്തെ ശകാരിച്ചു. അതുപോലെ തന്നെ സെലൻസ്കിയെ ആദ്യം ശകാരിച്ചു വളരെ ശക്തമായിട്ട്. നിങ്ങൾ ജനാധിപത്യ വിരുദ്ധനാണ്, 3ാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ശക്തിയാണുള്ളത് റഷ്യയെ ആക്രമിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കരാറുണ്ടാക്കി, അവിടുത്തെ ധാതു വിഭവങ്ങളെല്ലാം ഞങ്ങൾക്ക് തരിക, യുദ്ധത്തിന് ഞങ്ങൾ ആയുധം അയച്ചു കൊടുക്കും, നിങ്ങൾക്ക് മോസ്കോയെ തകർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. രണ്ടാമത് ചോദിച്ചത് മോസ്കോയ്ക്കെതിരെ ഒരു ആക്രമണം നടത്തും, മോസ്കോയെ അങ്ങ് നശിപ്പിച്ചു കളാം. തെരഞ്ഞെടുപ്പിൽ വരെ സഹായിച്ചു വ്ളാഡിമിർ പുടിൻ എന്ന് പറഞ്ഞിരുന്നതാണ് ജോർജ് ബൈഡൻ. അങ്ങനെ സൗഹൃദം ഉണ്ടായിരുന്ന 2 വ്യക്തികളാണ് പറയുന്നത് മോസ്കോയെ അങ്ങ് നശിപ്പിച്ചു കളയാം. അപ്പം സ്ഥിരമല്ല നിലപാട്. ഇപ്പോൾ അസീം മുനീറിന് കുറച്ച് നാളായിട്ട് വലിയ സൗഹൃദം ഉണ്ടെങ്കിലും അത് എപ്പോഴാണ് തീരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ഈ സ്വഭാവം ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല പുങ്കനുമാണ്. പുകഴ്ത്തി കഴിഞ്ഞാൽ അയാൾ എന്തും കൊടുക്കും, ആശ്രിത വത്സലനായിട്ട് അങ്ങ് മാറും. അങ്ങ് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. പ്രാഞ്ചിയെ പോലൊരു അല്പനുമാണ്. ഇത് കറക്റ്റായി മനസ്സിലാക്കാൻ അസീം മുനീറിന് കഴിഞ്ഞിട്ടുണ്ടല്ലേ, അതുകൊണ്ടാണ് നോബൽ സമ്മാനത്തിന് വേണ്ടി നാമനിർദ്ദേശം. കറക്റ്റായിട്ട് അതെ, ഈഗോയെ പ്രോത്സാഹിപ്പിക്കുക. ഇനി ഞാനൊരു കഥയും കൂടെ പറയാം. കിങ് ലിയർ, ഷേക്സ്പിയറുടെ ഒരു കഥയാണ്. ആ കഥയിൽ നാടകത്തിൻ്റെ കഥയാണ്. ആ കഥയിൽ അദ്ദേഹം കിങ് ലിയർ എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. കിങ് ലിയറിലൊരു കഥ പറയുന്നുണ്ട്. 3 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഇതുപോലൊരു പുങ്കനായിരുന്നു, ട്രംപിനെ പോലൊരു പുങ്കനായിരുന്നു അദ്ദേഹവും. ഈ കിങ് ലിയർ 3 പെൺമക്കളെ അടുത്ത് നിർത്തിയിട്ട് ചോദിച്ചു, രാജാവല്ലേ, ആദ്യത്തെ മോളോട്, മോളെ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? അച്ഛൻ, ഞാൻ അച്ഛനെ സ്വർഗത്തിനേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. രണ്ടാമത്തെ മകളോട് ചോദിച്ചു, മോളെ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? അച്ഛൻ, ഞാൻ അച്ഛനെ ഈ പ്രപഞ്ചത്തോളം സ്നേഹിക്കുന്നു, അത്രയും വലുതാണെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഇല്ല. ഭയങ്കര സന്തുഷ്ടനായി. രാജ്യത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനി 3ാമതൊരു മോളുണ്ടല്ലോ, ഗോണറിൽ, അവളോട് ചോദിച്ചു. അവൾ സത്യസന്ധമായിട്ട് പറഞ്ഞു, അച്ഛനെ ഞാൻ അച്ഛനെ പോലെ സ്നേഹിക്കും. ഇയാൾക്കിത് ഇഷ്ടപ്പെട്ടില്ല കിങ് ലിയർക്ക്. നീ എന്നെ അപമാനിച്ചു, ഇത്രയും വലിയ വാക്കുകൾ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിനക്ക് രാജ്യത്തിൻ്റെ ഒരു ഭാഗവും ഇല്ല, മറ്റവർക്ക് 2 രാജ്യം വീതം വെച്ച് കൊടുത്തു.
എന്നിട്ട് ഓരോരോ മക്കളുടെ അടുത്തേക്ക് ഇയാൾ പോയി താമസിക്കാൻ തുടങ്ങി. ആദ്യം കുഴപ്പമില്ല, ക്രമേണ ആദ്യത്തെ മകൾ തള്ളിപ്പോയി. അപ്പോൾ ഇയാൾ രണ്ടാമത്തെ മകളുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ആ മകളും പതുക്കെ കാലം കഴിഞ്ഞപ്പോൾ വലിയ ശല്യമായാലും ഇയാളെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ രണ്ട് പുത്രിമാരും കൂടെ അങ്ങ് യോജിച്ചു. അച്ഛനെ കൊണ്ട് ശല്യമായി, അതുകൊണ്ട് അച്ഛനെ ഇറക്കി അങ്ങ് പിറക്കി റോഡിലേക്ക് വിട്ടു. ഗതിയില്ലാതെ വന്നപ്പോൾ മൂന്നാമത്തെ മകളെ അന്വേഷിച്ച് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ വയസ്സനായ രാജാവിനെ ശുശ്രൂഷിച്ചു. അതാണ് കിങ് ലിയർ എന്ന് പറയുന്നത് പോലെയാണ്. പുകഴ്ത്തിയ പാകിസ്ഥാനെ വിളിച്ച് സത്കരിച്ച പാകിസ്ഥാന് നേരെ പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകരവാദികൾ തന്നെ ചെന്ന് തട്ടുമ്പോൾ ട്രംപിന് കൊള്ളും, മുട്ടുമ്പോൾ പണ്ടത്തെ പോലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച പോലെ ഒസാമ ബിൻ ലാദനെ കാത്തു രക്ഷിച്ച് സംരക്ഷിച്ച് ഇരവിനും ചെലവും കൊടുത്ത് വളർത്തിയതുപോലെ മനസ്സിലാക്കിക്കോളും പാകിസ്ഥാൻ എന്താണ് എന്നുള്ളത്. അത് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇന്ത്യ എന്താണ്, അതിൻ്റെ ആരെയും പുകഴ്ത്താതെ ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാതെ നട്ടല്ലായിട്ട് നിന്നുകൊണ്ട് ലോക ഭീകരവാദത്തിനെതിരെ പൊരുതാൻ ഇന്ത്യ മാത്രമേ ഉണ്ടാവൂ പങ്കാളിയായിട്ട് എന്നുള്ള കാര്യവും അദ്ദേഹം മനസ്സിലാക്കും. അത് മനസ്സിലാക്കിച്ചു കൊടുക്കും. കളി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. വലിയ താമസമൊന്നുമില്ല. സെപ്റ്റംബർ 26-ന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഉച്ചകോടി നടക്കുകയാണ്. അവിടെ വച്ച് കാര്യങ്ങൾ വിവരമില്ലാത്ത ട്രംപിന് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും. ട്രംപിൻ്റെ വിവരക്കേട് കൊണ്ടാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നീളുന്നത്. ഇസ്രായേൽ പ്രശ്നം, പലസ്തീൻ പ്രശ്നം പരിഹാരമില്ലാതെ നീളുന്നതെന്ന് പറഞ്ഞത് ഞാനല്ല, ദി ഇക്കോണമിസ്റ്റ് എന്ന് പറഞ്ഞ് ആരുടെയും പക്ഷം പിടിക്കാതെ സത്യം പറയുന്ന മാഗസിനാണ്, അതിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഇത് RSS പറഞ്ഞത് സ്ഥിരമായിട്ടുള്ള ഒരു നയമുള്ള ഒരു രാജ്യത്തിനെതിരെയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ അല്ല, സ്ഥിരമായ നയമില്ലാത്ത അല്ല, ഈ രണ്ടാം ട്രംപ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിഡിത്തങ്ങളും ഇത്തരം ഭീകരർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്? അത് കറക്റ്റ് ചോദ്യമാണ്. സെനിലിറ്റി, പ്രായമായി പോയി, അതാണ് പ്രശ്നം. സെനിലിറ്റിയാണ്. ഈ പ്രായമായതാണോ ആ രാജ്യത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അമേരിക്കയെ രക്ഷിക്കാൻ ശ്രമിച്ചു, നല്ലത് തന്നെ. പക്ഷെ എന്താ ഇപ്പം സംഭവിച്ചിരിക്കുന്നത്? വിലക്കയത്തിൻ്റെ കൊടും പിടിയിലാണ് ഇപ്പോൾ അമേരിക്ക. മറ്റൊരു പാകിസ്ഥാനാക്കി ഇയാൾ മാറ്റും, അല്ലെങ്കിൽ അസീം മുനീർ ഇയാളും കൂടി അമേരിക്കയെ മറ്റൊരു പാകിസ്ഥാനാക്കി മാറ്റുന്ന ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. അമേരിക്കയുടെ അംഗീകാരം പോലും ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പോൾ അംഗീകാരമുണ്ടോ അമേരിക്ക? യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ എതിരായില്ലേ? ഈ ചുങ്കമെന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രമല്ലല്ലോ, 69 രാജ്യങ്ങൾ, ബ്രസീൽ ഉൾപ്പെടെ. ബ്രസീൽ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കണമെന്ന്, ഇയാളെ വിളിക്കാൻ ഇപ്പോൾ സൗകര്യമില്ല, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചോളാം എന്നാണ് പറഞ്ഞത് ബ്രസീൽ. ലുലു ഡി സെൽവ പറഞ്ഞത്. വേറെ ഏതെങ്കിലും രാജ്യത്തിന് ഇതുപോലൊരു അപമാനം ഇട്ടിട്ടുണ്ടോ? അമേരിക്കയുടെ പ്രസിഡന്റാണെന്ന് ഓർക്കണം, അങ്ങേരോടാ പറഞ്ഞത്. ഇപ്പോൾ സൗകര്യമില്ല, ഇപ്പം മനസ്സില്ല നിങ്ങളെ വിളിക്കാൻ. ചെകിട്ടത്തൊരടിയ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അസീം മുനീർ പോലും അറിയില്ലല്ലോ. ചർച്ച നടത്തണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റാറ്റസ് ഉണ്ട്, സ്റ്റേച്ചറുണ്ട് നരേന്ദ്രമോദിക്ക്. ഇയാൾ അതെല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞെന്നേ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ തോന്നുന്നുണ്ട് ബൈഡൻ ഭരിച്ചാൽ മതിയായിരുന്നു. ബൈഡൻ്റേത് ഡീപ് സ്റ്റേറ്റാണ്. ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം, RSSും ശ്രദ്ധിക്കണം. ഡീപ് സ്റ്റേറ്റ് എന്നുള്ള സംവിധാനത്തെ ട്രംപ് ഏകദേശം തകർക്കാൻ വേണ്ടി ഒരുപ്പെട്ടിരിക്കുകയാണ്. ഡീപ് സ്റ്റേറ്റ്, ട്രംപ് പോയാൽ ഡീപ് സ്റ്റേറ്റ് വരും, ജോർജ് സൊറോസ് വരും. ജോർജ് സൊറോസിൻ്റെ പണം പറ്റിക്കൊണ്ട് മാധ്യമങ്ങൾ BJPയെയും ഇന്ത്യൻ സംസ്കാരത്തെയും തകർക്കാൻ ശ്രമിക്കും. ആ ഒരു കാര്യം കൂടെ. അങ്ങനൊരു ഇയാൾക്ക് സാമ്പത്തിക ചിന്തകൾ മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ള സാംസ്കാരിക ചിന്തകളില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർ രണ്ടിൽ ഏതാണ് ഭേദമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറിയും കുറഞ്ഞും രണ്ടും നമ്മുടെ താല്പര്യമല്ല നോക്കുന്നത്, അവരുടെ താല്പര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അമേരിക്കയെ ആശ്രയിക്കാതെ നമ്മൾ നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അതാണിപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ശക്തമായ രീതിയിൽ ശരിയായ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.